പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് സന്തോഷത്തിൻ്റെ സുദിനമാണ്. ആ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നമ്മുടെ കൂട്ടുകുടുംബത്തിൻ്റെ എണ്ണം 20,000 കടന്ന ദിവസമാണിന്ന്. 20,000. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുക, 10, 30, 40 കുട്ടികൾ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് തോന്നുക. നമ്മളൊരു വലിയ യോഗത്തിന് പോയി, അവിടെ ഒരു 10-100 പേരുണ്ട്. നല്ല ഗംഭീരമായ യോഗമാണ്, ഒരു ഇൻഡോർ മീറ്റിംഗ് ആണെന്ന് കരുതുക. നമ്മളങ്ങനെ കരുതത്തില്ലേ? പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? 20,000 പേർ ഒരു വലിയ വിശാലമായൊരു മൈതാനത്ത് കൊള്ളാൻ കഴിയുന്ന 20,000 പേര് നമ്മുടെ ഈ നവമാധ്യമം നമുക്കിങ്ങനെ ഒരു ചെറിയ വേദിയായി നമുക്ക് 20,000 പേര് ആശയവിനിമയം നടത്താനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഒരു സുദിനമാണ്. എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് സന്തോഷിച്ചേ. തീർച്ചയായും നമ്മുടെ എണ്ണം വർദ്ധിക്കട്ടെ, ഇനിയും വർദ്ധിച്ചു വരട്ടെ. ഞാൻ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നമ്മുടെ ഒരു നിരീക്ഷണത്തെക്കുറിച്ചാണ്. നമ്മളിതെല്ലാം നിരീക്ഷിക്കുമല്ലേ, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുപാടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് തരുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ജന്തുവിഭാഗങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്, സസ്യങ്ങളുണ്ട്. അങ്ങനെ ധാരാളം, അതെല്ലാം ജീവിക്കുന്ന പല രൂപത്തിലാണ്. ഒരു വർഗം മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം വരുമ്പോൾ ഇന്ന് നമ്മൾ മാതൃകാപരമായി ഒരു പക്ഷിയിലേക്ക് പോവുകയാണ്. ആ പക്ഷി നിങ്ങളൊന്ന് ഊഹിച്ചൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് ഏതാണ് ഉദ്ദേശിക്കുന്ന പക്ഷി? നമുക്കൊത്തിരി മാതൃക, നമുക്കൊത്തിരി ഉദാഹരണം എന്നുള്ള നിലയിൽ, നമുക്കൊത്തിരി പ്രചോദനം എന്നുള്ള നിലയിൽ നമ്മെ ആവേശഭരിതമാക്കുന്ന ഒരു പക്ഷി. പക്ഷേ ആ പക്ഷിയെ നമുക്ക് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉയരങ്ങളിലാണത് പറക്കുന്നത്. പക്ഷേ ഇര തേടാൻ ഇങ്ങ് താഴെ വരും. പക്ഷേ ഉയരങ്ങളിൽ നിന്നും അതിന് താഴെ കാണാൻ കഴിയുന്ന രൂപത്തിൽ ആ കണ്ണിൻ്റെ കാഴ്ച, അതിൻ്റെ സൂക്ഷ്മത, അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്ന് മാത്രമല്ല, എല്ലാ പക്ഷികളും മൃഗങ്ങളും കാണിക്കുന്ന പ്രത്യേകത മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷികളെല്ലാം അവരുടെ ഒരു കോൺസെൻട്രേഷൻ, എന്ത് ചെയ്യാൻ പോകുന്നു അതിലേക്ക് അവരുടെ ഒരു ഏകാഗ്രത ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്നു. നമ്മളും അതേപോലെ ആവേണ്ടതാണ്. അപ്പോൾ അപ്രകാരം എത്ര ഉയരത്തിൽ പറന്നാലും ശരി, താഴെയുള്ള ഇരയെ വളരെ സൂക്ഷ്മമായി കാണാൻ കഴിയുന്ന കാഴ്ചശക്തിയുള്ള ജീവി, വളരെ ഉയരങ്ങളിൽ പറക്കുന്ന ജീവി. ഇനി അല്പം കൂടെ നിങ്ങൾക്കൊരു ക്ലൂ തന്നാൽ, റാഗിപ്പറക്കുന്ന ഒരു പക്ഷി. അതിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അതിൻ്റെ കാലുകളിലെ വിരലുകളെ ഉപയോഗിച്ചാണ് ഇര പിടിക്കാറ് ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ആ പക്ഷിക്ക് 3 അക്ഷരമേ ഉള്ളൂ. 3 അക്ഷരത്തെ തുടങ്ങുകയാണ്. 3 അക്ഷരമാണ് ആ പക്ഷിയുടെ പേരിനുള്ളത്. നിങ്ങൾക്കിപ്പോൾ വളരെ കൃത്യമായി പേര് പിടികിട്ടിയിട്ടുണ്ട്. സാക്ഷാൽ പരുന്ത്. ആ പരുന്തിനെ കൊണ്ട് ഇവിടെ പല കലാരൂപങ്ങളുമൊക്കെ നമ്മുടെ നാടൻ രീതിയിൽ നമുക്ക് ലഭ്യമാണ്. ആ പരുന്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, അത് പറക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ചേ, എല്ലാ പക്ഷികളും ചിറകിട്ടടിച്ച് പറക്കും. ഇത്രയും വലിയ അടിയുടെയൊന്നും ആവശ്യമൊന്നും അവിടെ ഇല്ല. പരുന്ത് എന്ത് ചെയ്യും? പരുന്ത് ചുമ്മാ ഇങ്ങനെ വിശറി പോലെ ഇങ്ങനെ തീർച്ചയായും അതിൻ്റെ 2 ചിറകുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് വരുന്നത് കാണാൻ അതെന്തൊരഴകാ, ചിന്തിച്ചിട്ടില്ലേ? എന്തൊരഴകാ അതിന്. അപ്പോൾ അത്തരത്തിൽ പറക്കുന്നൊരു ജീവിയാണ് പരുന്ത്. ആ പരുന്ത് പ്രതിസന്ധികളുണ്ടായാൽ ആ പ്രതിസന്ധികളെ നേരിടുന്ന അതിൻ്റെ ഒരു ശൈലി നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ എങ്ങനെയാണ് പരുന്ത് പ്രതിസന്ധിയെ അതിജീവിക്കുന്നത്. കാറ്റും കോളും മഴയും അതുപോലെ തന്നെ വലിയ കൊടുങ്കാറ്റും ഒക്കെ രൂപപ്പെടുമ്പം സകലമാന പക്ഷികളും എല്ലാ ജീവജാലങ്ങളെപ്പോലെ തന്നെ അവരും അവരുടെ കൂട്ടിൽ ചെന്ന് ചേക്കേറും, അല്ലെങ്കിൽ മരച്ചില്ലകളിൽ ഒളിക്കും, എവിടെയെങ്കിലും ഒളിക്കും. പക്ഷെ പരുന്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ സമയത്ത് അതിനോടൊപ്പം തന്നെ എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് അതിൻ്റെ എതിർ ദിശയല്ല, കാറ്റിൻ്റെ ദിശയിലൂടെ തന്നെ ചുമ്മാ അങ്ങ് പറക്കും. നല്ല നോക്കി. അപ്പോൾ പ്രതിസന്ധികളെ അതുമായി പൊരുത്തപ്പെട്ട് താതാമ്യം പ്രാപിച്ച് വളരെ സിമ്പിളായിട്ട് അതിജീവിക്കാനുള്ള അതിൻ്റെ ഒരു ശൈലി നമുക്ക് നിസ്സാരമായി കാണാനാവില്ല.
അപ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ് പ്രതിസന്ധികൾ. എന്തും വരട്ടെ, ആ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടണം. ആ ധൈര്യം മാത്രം പോരാ, അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ കൂർമ്മ ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാണ് ആ പരുന്ത് നമുക്ക് മാതൃകയാകുക. പരുന്ത് പല കാര്യങ്ങളിലും മാതൃക കാണിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു മാതൃകയോടൊന്ന് സൂചിപ്പിക്കട്ടെ, വേറൊരു മാതൃക ഒന്ന് സൂചിപ്പിക്കാം. പരുന്ത് ഇത് മാത്രമാണോ നമുക്ക് മാതൃകയായിട്ട് തരിക? പരുന്തിനെ പലപ്പോഴും ഉപദ്രവിക്കാൻ വരുന്നൊരു ജീവിയാണ് കാക്ക. കാക്ക വന്ന് സ്വാഭാവികമായും പരുന്തിനെ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഒക്കാത്തതിന് ആ പരുന്തിൻ്റെ പുറത്ത് കയറിയിരിക്കും. അവിടെ ഇരുന്നുകൊണ്ടാണ് അതിൻ്റെ ഈ പപ്പനും പൂടയ്ക്കും ഒക്കെ പിടിച്ച് കൊത്തി വഹിക്കുകയൊക്കെ ചെയ്യുന്ന ഉപദ്രവമൊക്കെ ചെയ്യാറുണ്ട് കാക്ക. അങ്ങനെ വരുമ്പോൾ പരുന്തൊരിക്കലും കാക്കയുമായി ഫൈറ്റ് ചെയ്യാറില്ല. കാരണം കാക്ക പരുന്തിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അല്പം കൂടെ കൂടിയ തരത്തിലോ കൂർമ്മ ബുദ്ധിയുള്ളതാണ്, തന്ത്രശാലിയാണ് എന്ന കാര്യത്തെക്കുറിച്ച് പരുന്തിനറിയാം. തീർച്ചയായും പരുന്തിനെ കണ്ണിനെ ലക്ഷ്യമിട്ടായിരിക്കും അവൻ ആക്രമിക്കുക എന്നറിയാം. ഇത് ബോധമുള്ള പരുന്തെന്ത് ചെയ്യും? ചുമ്മാ ശാന്തമായിട്ടങ്ങ് അവസരം കൊടുക്കും. അപ്പോൾ ഈ പരുന്തിൻ്റെ പുറത്ത് കയറി ചുമ്മാ സുഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പരുന്തെന്ത് ചെയ്യും? പരുന്തിൻ്റെ ബുദ്ധി ആലോചിക്കുക. അവൻ ഉയരങ്ങളിൽ പറക്കും, അത്യുയരങ്ങളിലേക്ക് അവൻ പറക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് കിട്ടുന്നത് പോലുള്ള വായു ശ്വസിക്കാൻ അതിന് കിട്ടത്തില്ല. അതേസമയം പരുന്തിന് ബുദ്ധിമുട്ടുമില്ല. പരുന്തിന് അതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. കാക്കയ്ക്ക് താങ്ങാനാവാത്ത, ശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ഉയരങ്ങളിലേക്ക് ഈ പരുന്ത് പറക്കും. അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് കാക്കയുടെ അന്ത്യമാണ്. ഒന്നാലോചിച്ചേ, എത്ര ക്ഷമയോടുകൂടി, എത്ര സൂക്ഷ്മതയോടുകൂടി, എത്ര കാര്യക്ഷമതയോടുകൂടി ആണ് ആ പരുന്ത് തന്നെ എതിർക്കാൻ വരുന്ന തൻ്റെ ശത്രു, ശാന്തമായി വന്ന് തന്നെ എതിർക്കാൻ വരുന്ന ശത്രുവിനെ നേരിടുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോഴെങ്കിലും എന്തുവാ ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് പിച്ചിയാൽ നമ്മളുടെ ഞുള്ളി അടിച്ചു പിടിച്ചു ഉടനെ അവിടെ വെച്ച് തന്നെ ഫൈറ്റ് ചെയ്ത് പോരുകയല്ലേ ചെയ്യുക. അപ്പോൾ തീർച്ചയായും അവസരം പാർത്തിരുന്ന് ശത്രുവിൻ്റെ ബലഹീനത എന്താ എന്ന് മനസ്സിലാക്കി ആ ശത്രുവിനെ ഒതുക്കണം എന്ന് തീരുമാനിച്ചാൽ ആ ശത്രുവിനെ തോളിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പുറത്തേറ്റിക്കൊണ്ട് പറക്കുന്നതിനൊന്നും യാതൊരു വിമുഖതയും ഈ പരുന്തിനില്ല. പരുന്തിനെ നമ്മൾ മാതൃകയാക്കാൻ കഴിയുന്ന നിരവധി മേഖലകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്, അഥവാ ഒന്നുകൂടി മാത്രമാണ് സൂചിപ്പിച്ചത്. അതാണ് നമ്മൾ പരുന്തിനെ നമ്മൾ മാതൃകയാക്കുക എന്ന് പറയുന്നത്. പരുന്തിനെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും കാണുന്ന എന്ത് ജീവജാലങ്ങളെയും നമുക്ക് മാതൃകയാക്കാൻ പറ്റും. അവരെ നിരീക്ഷിക്കണം നമ്മൾ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന എറുമ്പിനെ പോലും നമ്മൾ നോക്കി അവരുടെ ഒരു ലോകം വലിയൊരു ലോകമാണ്. തേനീച്ചകളുടെ ലോകം അത് വലിയ ലോകമാണ്. ഏത് പക്ഷിയുടെയും ഏത് മൃഗത്തിൻ്റെയും ഏത് ജീവജാലങ്ങളുടെയും ലോകം ഒരു വലിയ ലോകമാണ്. ഇനി നമ്മൾ സസ്യങ്ങളിലേക്ക് കടന്നാൽ, മരത്തിലേക്ക് കടന്നാൽ, വൃക്ഷങ്ങളിലേക്ക് കടന്നാൽ അവിടെ ഒക്കെ വന്നാൽ എന്താണ്? അവരുടെയൊക്കെ ലോകം നമ്മൾ അതിനോട് താതാമ്യം പ്രാപിച്ച് അതുമായി പൊരുത്തപ്പെട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു ചെടിക്ക് നിത്യേന വെള്ളമൊഴിച്ചു കൊടുത്തേ, അല്പം വളമിട്ട് കൊടുത്തേ, നിത്യേന ആരും അത് പരിപാലിക്കുന്നതായിട്ട് തോന്നിക്കേ, നമുക്ക് തന്നെ തോന്നും ആ സസ്യം നമ്മളടുത്ത് ചെല്ലുമ്പോൾ സന്തോഷിക്കുന്നതായി നമുക്ക് തോന്നും. അത് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നലുണ്ട്. ആ തോന്നൽ മാത്രമാണ്, തോന്നൽ ശരിയുമാണ്. അത് കണ്ടുപിടിച്ചൊരു ശാസ്ത്രജ്ഞനുണ്ട്. ഈ സസ്യങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും അതുപോലെ തന്നെ അതിനുണ്ടാകുന്ന ദുഃഖവും, മരം വെട്ടുകാരെയൊക്കെ കാണുമ്പോൾ മരത്തിനുണ്ടാകുന്ന ദുഃഖവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യമായി ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ്. ജഗദീഷ് ചന്ദ്രബോസ്, JC ബോസ് എന്നറിയപ്പെടുന്ന ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ആണ് മനുഷ്യനെപ്പോലെ മറ്റ് ജീവജാലങ്ങളെപ്പോലൊക്കെ തന്നെ ആലോചിക്കാനും ചിന്തിക്കാനും വേദന അറിയാനും അത് സുഖം തിരിച്ചറിയാനും കഴിയുന്നൊരു ശേഷി നമ്മുടെ സസ്യജാലങ്ങൾക്കുണ്ട് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ്. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.